നമസ്കാരം. ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസും ഹാപ്പിനെസ് മാജിക് ബൈ ഹരിയും എത്തി നിൽക്കുന്നത് ഷിക്കാഗോയിൽ ജോയ് ആലുക്കാസിന്റെ സ്പ്രെഡിംഗ് ജോയ് എന്ന പുസ്തകത്തിന്റെ ലോഞ്ചിങ് ആണ്. ഞാൻ രണ്ട് കാര്യങ്ങളാണ് ജോയ് ആലുക്കാസിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്പർ 1, സക്സസ് മൂവ്സ് വിത്ത് സൈലൻസ്. നമ്പർ 2, കിൽ ദം വിത്ത് കൈൻഡ്നെസ്. ഈ രണ്ട് കാര്യങ്ങളുടെയും അപ്പോസ്തലനാണ് താങ്കളെന്ന് വിചാരിക്കുന്നു. Joy stands for Jack of all trades. O for, what is that? O stands for optimism. And Y for youthfulness. That is what Joy stands for. And ഇത്രയും വർഷങ്ങളായി ഈ ബിസിനസ് രംഗത്ത് വന്നിരിക്കുന്നു. ഈ ബിസിനസ് രംഗത്ത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെല്ലാം പെർസിസ്റ്റന്റ് ആണ്, പക്ഷെ കൺസിസ്റ്റന്റ് അല്ല. If you're persistent, you get it. If you're consistent, you can keep it. You are a typical example. രാവിലെ 6 മണിക്ക് എണീക്കുക, 6:30 എണീക്കും, 8 മണിക്ക് ഭക്ഷണം കഴിക്കും, 11:30 ഓഫീസിൽ പോയാൽ 11:30 ഓഫീസിൽ പോകും. അന്ന് പ്രശ്നങ്ങളില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഓർഡർ ചെയ്യും. ഇത് എങ്ങനെയാണ് ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നത്? ജീവിതത്തിൽ ഒരു കൺസിസ്റ്റൻസി വേണമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ തന്നെ. ഇത് എനിക്ക് കിട്ടിയത് എൻ്റെ പാരൻസ് അയച്ച അവരുടെ ആ ചിട്ടയായിട്ടുള്ള നമ്മളെ അതെ ബിസിനസ്സിന്റെ ലോങ് വിഷൻ. അപ്പൊ ആളെ കണ്ടിട്ട് ഞാൻ പഠിച്ചിരിക്കുന്നത് ആള് വളരെ സ്ട്രിക്റ്റ് ആണ്, വളരെ മിഷനറി ആണ്. ചില ടാർഗറ്റ് ഉണ്ടാവും, അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഓട്ടമാണ്. അതെ. അപ്പൊ നമ്മൾ വേണ്ടത് ഹാർഡ് വർക്ക്, പങ്ക്ച്വാലിറ്റി. ഇതൊക്കെയാണ് എന്റെ പിന്നിലുള്ള ഇതൊക്കെ ഞാൻ ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നത്. അതിന്റെ സക്സസ് ആണ് എന്റെ ഇപ്പോഴത്തെ കാണുന്ന അച്ചീവ്മെന്റ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാം അദ്ദേഹം തന്നെ. സെക്രട്ടറി ഇല്ലാത്തൊരു വ്യവസായി, സ്വന്തം ബ്രാൻഡായും ബ്രാൻഡ് അല്ലാത്തത് ബ്രാൻഡാക്കി മാറ്റുന്ന ബ്രാൻഡ് അംബാസിഡറാണ് മിസ്റ്റർ ജോയ് ആലുക്കാസ്. ഒരു എല്ലാ ബ്രാൻഡുകളുമായിട്ടും സഹകരിക്കുന്നു. ഒരു ബ്രാൻഡിനെ തള്ളി പറയുന്നില്ല. പക്ഷേ ജോയ് ആലുക്കാസ് എന്നുള്ള ബ്രാൻഡ് കസ്തൂരിമാനിൽ സാജൻ ജോസഫ് ആലുക്കയായി വന്ന് ഒരു അഭിനയത്തിന്റെ ഒരു പുതിയ പാഠവും ലോഹിതദാസുമായി അടുത്തിരുന്നപ്പോൾ പുതിയ കഥകൾ മെനയും അതിൽ കൂടി ജോയ് ആലുക്ക, സാജൻ ജോസഫ് ആലുക്ക എന്ന പുതിയ കഥാപാത്രം ഉടലെടുക്കുകയും ആ സ്റ്റോറി കൊണ്ടുവരികയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. ഒരു നടനാവണമെന്നോ അതിനൊരു പ്ലാൻ ഇല്ലായിരുന്നു. ഒരു കുടുംബ വിവാഹം നടത്തിയതിനു ശേഷം ആ സമയത്ത് ലോഹിതദാസിനെ കാണുന്നു. അതിന്റെ സ്റ്റോറി എങ്ങനെയാണ് ഈ കസ്തൂരി കിട്ടിയത്? സ്റ്റോറി ആളായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പരിചയപ്പെട്ടപ്പോ എനിക്ക് എന്റെ മനസ്സിൽ തോട്ടം അദ്ദേഹത്തിന്റെ ഇത് പറഞ്ഞു. അത് സംസാരിച്ച് ഡെവലപ്പ് ഡെവലപ്മെന്റ് ആയിരുന്നാണ് ഈ കസ്തൂരിമാൻ. അതിപ്പോ ഈ ഫാമിലിയെ പറ്റിയിട്ടോ ഒരു ബിസിനസ് ആയിട്ട് കിട്ടും എന്തുമാത്രം ഓരോ ചിത്രത്തിൽ കൂടി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്ന സാധ്യതകൾ മുതൽ ആ ഫിലിപ്പിൽ കാണാൻ സാധിക്കും. അതെ, എന്തായാലും വളരെ സക്സസ്ഫുൾ ആയിരുന്നു. 2006 ഷോപ്പുകൾ ദുബായിൽ തുടങ്ങിയപ്പോഴാണ് ഏറ്റവും സന്തോഷ ദിനമെന്ന് പറയുകയുണ്ടായി. രാത്രി ഉറങ്ങാൻ പറ്റില്ല, സന്തോഷം കൊണ്ട്. എന്തൊക്കെയാണ് സന്തോഷം നൽകുന്ന മറ്റു കാര്യങ്ങൾ ജീവിതത്തില്? ബിസിനസ്സുകൾ, അച്ചീവ്മെന്റ്, ഫാമിലി, ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രൻ, പിന്നെ എൻ്റെ ഇത്രയുമുള്ള എംപ്ലോയീസ്, എൻ്റെ ഫ്രണ്ട്സ്, ഇതെല്ലാം എനിക്ക് സന്തോഷം തരുന്നത്. സ്റ്റൈൽ ബിൽഡേഴ്സ് അതിന്റെ ഒരു 52 നിലയിലുള്ളൊരു ടവർ വരുന്നു എന്ന് കേട്ടു. അത് എവിടെയായി? തൃശ്ശൂർ വരുന്നു. 51. ഓക്കെ, ഒരു നില കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ പ്രോജക്റ്റ് കൂടി മനസ്സിലുണ്ട്. അതൊരു ഡ്രീം പ്രോജക്റ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. തൃശ്ശൂർ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രതീക്ഷിക്കാമോ? അപ്പോ ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടോ. ആരോടും ഒരു പരിഭവമില്ല, ഒരു ദേഷ്യമില്ല. ആളുകൾ പറയേണ്ടവർ പറഞ്ഞോളും. പക്ഷെ പലപ്പോഴും പല കാര്യങ്ങളും അറിയുന്ന ലേറ്റായിട്ട് എന്നോട് വരും. പരിഭവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. അതൊരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് കാണും. നമ്മൾ എപ്പോഴും ആളുകൾ, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് ഒരാളെ പറ്റിയും ജീവിതത്തിൽ ഒരു കുറ്റവും പറയാതിരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാം. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഇതൊക്കെ ബൈ ബർത്ത് ആയിരിക്കാം, എൻ്റെ നേച്ചറായിരിക്കാം. ഇതൊക്കെ അതിനെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കി അതിനുവേണ്ടി പരിശ്രമിക്കുന്നതല്ല. ഇങ്ങനെ ചെറുപ്പം മുതൽ കിട്ടിയിട്ടുള്ളതായിരിക്കും.
ഈ ഒരു സങ്കടകരമായൊരു ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള ജീവിതത്തിൽ ഈ യാത്രയിൽ, ഇത്രയും വർഷത്തെ യാത്രയിൽ വളരെ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും ഹർട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കി ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ ആ സമയത്തുള്ള അത് മാത്രമല്ല, അത് കഴിഞ്ഞ് കഴിച്ചു. അങ്ങനെയൊന്നും എനിക്ക് മനസ്സിലൊന്നുമില്ല. വളരെ സന്തോഷം. താങ്ക് യു. ഏതായാലും ഈ ജോയ് സ്പ്രെഡ് ചെയ്യാന്നാണല്ലോ പറയുന്നത്. അതുപോലെ ഹാപ്പിനെസ് വർത്ത് സ്പ്രെഡിങ്. ജോയ് മീൻസ് ഹാപ്പിനെസ്. ഐ സ്ട്രോങ്ലി ഫീൽ ദാറ്റ് യു ഓൾവേസ് spread happiness and let's continue, and good luck and best wishes. Anything we can do, and I know you have 250 plus businesses in 130 countries. Let it go and go and go. All the best. Thank you. Thank you.